കൊച്ചിയിൽ വീണ്ടും സൈബർ തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. മരട് സ്വദേശി എം ചന്ദ്രശേഖറിൽ നിന്നും 1,27,000 രൂപ നഷ്ടപ്പെട്ടു. ദില്ലി എയർപോർട്ടിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയിരിക്കുന്നത്. ലേബി സജീന്ദ്രനാണ് വിവരങ്ങളുമായുള്ളത്. ലേബി, ഇപ്പോൾ കൊച്ചിയിൽ നിന്നും തുടർച്ചയായി സൈബർ തട്ടിപ്പിന്റെ വാർത്തകളാണല്ലോ. എങ്ങനെയാണ് ഈ പുതിയ തട്ടിപ്പ്? സ്മൃതി, കഴിഞ്ഞ ദിവസം, അതായത് മിനിയാന്ന് രാവിലെ 9 മണിയോടുകൂടി ഈ രാമചന്ദ്രന് ഫോൺ വരികയാണ്. ഡൽഹി പോലീസിന്റേത് എന്ന് പറഞ്ഞാണ് ഫോൺ വരുന്നത്. ഫോണിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നു. അപ്പോൾ എയർപോർട്ടിൽ ഒരു പാഴ്സൽ എത്തിയിരിക്കുന്നു. ആ പാഴ്സലിൽ ലഹരി മരുന്ന്, അതുപോലെ തന്നെ പാസ്പോർട്ട്, കുറച്ച് ID കാർഡുകൾ, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ആ പാഴ്സലിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ആണ് ഇത് പിടികൂടിയത്. കസ്റ്റംസ് ഇത് നേരെ ഡൽഹി പോലീസിലേക്ക് എത്തിച്ചിരിക്കുന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ആ കേസുമായി മുന്നോട്ട് പോവുകയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പണം അടയ്ക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ഭയചകിതനായ ഇദ്ദേഹം മറ്റാരോടും വിവരം പറയുന്നില്ല. അതിൻ്റെ കൂടുതൽ ഒരു കാര്യം കൂടി പറഞ്ഞു. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഒരാൾ, അയാളുടെ നിശ്ചിത ശതമാനം അതിൽ കിട്ടിയ ലാഭവിഹിതം ഇട്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. അങ്ങനെ വലിയ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് എത്രയുണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ 1,47,000 എന്ന് പറയുന്നു. അത് പെട്ടെന്ന് 3 ഘട്ടമായി 1,27,000 രൂപ ഇട്ട് കൊടുക്കാൻ പറയുന്നു. മിനിഞ്ഞാന്നും ഇന്നലെയുമായി ആ പൈസ ഗൂഗിൾ പേ ആയി നൽകുന്നു. ഗൂഗിൾ പേ ആയി നൽകി കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് ഈ വിവരം, അതായത് കോള് വരുന്നത് മിനിഞ്ഞാന്ന്, ഇന്നലെ പൈസ ഇട്ടു, ഇന്നാണ് അടുത്ത സുഹൃത്തിനോട് വിവരം പറയുന്നത്. അപ്പോഴാണ് തട്ടിപ്പിന്റെ കഥ പുറത്താകുന്നത്. തുടർന്ന് സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഇതാണ് സ്മൃതി, തുടർച്ചയായി ഇത്തരം വാർത്തകൾ വരുന്നുകൊണ്ടിരിക്കുന്നു. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പണം പോകുന്ന വാർത്തകൾ വരുന്നു. പക്ഷേ ഇദ്ദേഹം അങ്ങനെ TV കാണുന്ന ആളല്ല, വാർത്തകൾ കാണുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതലായി സമീപം ഭാര്യ മരിച്ചതിനെ തുടർന്ന് കൂടുതലായി അമ്പലത്തിലേക്ക് ചെലവഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പത്രവാർത്തകളോ TV വാർത്തകളോ അത്രത്തോളം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അത്രത്തോളം അവബോധമില്ല. അങ്ങനെയുള്ളവരിൽ തട്ടിപ്പ് നടത്താൻ എളുപ്പമാണ്. ഡൽഹി പോലീസിൻ്റേതെന്ന് പറഞ്ഞ് കോൾ വരുന്നു. അപ്പോൾ ഹിന്ദിയിൽ മാറി മലയാളത്തിൽ സംസാരിക്കാൻ പറയുന്നു. ഉടൻ തന്നെ മലയാളത്തിൽ ഒരു സുനിൽകുമാർ എന്ന് പറയുന്ന ഡൽഹി പോലീസിലെ ഒരാളെന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നത്. തുടർന്ന് പണം വാങ്ങുന്നു. ഇപ്പോൾ തട്ടിപ്പിനിരയായി എന്നുള്ള ഇപ്പോൾ തുടർച്ചയായി ഇത്തരത്തിൽ സൈബർ തട്ടിപ്പ് വാർത്തകൾ വരുന്നു. ഇക്കാര്യത്തിൽ പോലീസ് എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നുണ്ടോ? കാരണം പല രൂപത്തിലാണ് തട്ടിപ്പ്. ഈ പറഞ്ഞതുപോലെ ഇതേക്കുറിച്ച് വലിയ ധാരണയില്ലാത്തവരെയാണ് പിടികൂടുന്നത്. പക്ഷേ വാർത്തകൾ വരുമ്പോഴും ഇവർ പിന്നെയും ഈ തട്ടിപ്പിന് ഇരയാവുന്നത് എങ്ങനെയാണ്? സ്മൃതി, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സാധാരണഗതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാർത്ത കണ്ട് അല്ലെങ്കിൽ പത്രവാർത്തകളിലൂടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് ഇത് കൃത്യമായിട്ട് ഇതേക്കുറിച്ച് അറിയാൻ സാധിക്കും. അതായത് ഒരിക്കലും ഒരു ഡൽഹി പോലീസിൽ നിന്നൊരു കോള് നമ്മുടെ ഫോണിലേക്ക് അത്തരത്തിൽ വരില്ല എന്നും ഇത്തരം ഈ തട്ടിപ്പുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണെന്നുമൊക്കെ അവബോധമില്ലാത്തവരാണ് ഇത്തരം തട്ടിപ്പിനിരയാകുന്നത്. ഇപ്പോൾ തൃപ്പൂണിത്തുറയിലെ തന്നെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ രാമചന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഒരു റിട്ടയർഡ് BSNL ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ ഈ സമീപകാലത്തുണ്ടായ സൈബർ തട്ടിപ്പുകളെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അദ്ദേഹത്തിന്റെ മകൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ മകളെ പോലും വിവരം അറിയിക്കരുതെന്ന് പറയുന്നു. മറ്റാരോടെങ്കിലും വിവരം പറയുകയോ പോലീസിൽ അറിയിക്കുകയോ ശരി ലേബി, ഏതായാലും ആളുകൾ ജാഗ്രത പാലിക്കേണ്ട വിഷയമാണ്. വലിയ തുകകളാണ് തട്ടിപ്പുകാർ തട്ടിയെടുക്കുന്നത് എന്നുള്ളതാണ് തുടർച്ചയായി ഒരുപാട് കേസുകളായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്.